അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിനാകമാനം ഈ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ ദുനിയാവിൽ അല്ലാഹു സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു സംവിധാനിച്ച ഓരോ സംവിധാനങ്ങളും ഓരോ മനുഷ്യനും പരീക്ഷണമാണ്. ദുനിയാവിലൊരു മനുഷ്യൻ അവൻ ആസ്വദിക്കുന്ന എന്ത് സംവിധാനങ്ങളും അവന് പരീക്ഷണങ്ങളാണ്. ഒരു മനുഷ്യന്റെ ദുനിയാവിലെ സുഖസൗകര്യങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ആ സമ്പത്ത് മുഖേനയാണ് ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ വളരെ സുഖകരമായി മുന്നോട്ട് പോകുവാൻ അവന് സാധിക്കുന്ന ഘടകങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്ന്. ആ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സമ്പത്തും സന്താനങ്ങളും ദുനിയാവിൻ്റെ അലങ്കാരങ്ങളാണ്. ദുനിയാവിൻ്റെ വലിയൊരു അലങ്കാരമാണ് സമ്പത്തും അതുപോലെ സന്താനങ്ങളും. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത് ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. തീർച്ചയായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും പരീക്ഷണം മാത്രമാകുന്നു. സമ്പത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭാഗത്ത് ദുനിയാവിന്റെ അലങ്കാരമാണ്, സൗന്ദര്യമാണ് എന്ന് പറഞ്ഞതോടൊപ്പം മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞത് സമ്പത്ത് പരീക്ഷണം. സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടും പരീക്ഷിക്കും. ആ സമ്പത്ത് ഞെരുക്കം അനുഭവിക്കുന്ന രൂപത്തിൽ കൊടുത്തുകൊണ്ടും സമ്പത്തിനെ തിരിച്ചു പിടിച്ചുകൊണ്ടുമൊക്കെ അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകാത്തവൻ മനസ്സിലാക്കേണ്ടത് സമ്പത്ത് തരാത്തതിലൂടെ അല്ലാഹു എന്നെ പരീക്ഷിക്കുകയാണ്. സമ്പത്ത് നൽകിയവൻ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സമ്പത്ത് നൽകിയതിലൂടെ എന്നെ പരീക്ഷിക്കുകയാണ്. നമ്മൾ എത്രയൊക്കെ അധ്വാനിച്ചാലും ഓടിയാലും അല്ലാഹു നിശ്ചയിച്ചത് എത്രയാണോ അത്ര മാത്രമേ അല്ലാഹു ദുനിയാവിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഭൗതിക രംഗത്ത്, കച്ചവട രംഗത്ത് വളരെ വലിയ മികവുകളും കഴിവുകളുമുള്ള വിദ്യാഭ്യാസമുള്ള എത്ര ആളുകൾ അവർ ദരിദ്രരായി ഒരുപാട് സമ്പത്തൊന്നും ഒരുപാട് പരിശ്രമങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് അധ്വാനങ്ങൾ ഉണ്ടായിട്ടും സമ്പന്നനായി ജീവിക്കാൻ കഴിയാത്ത ആളുകൾ എത്ര ആളുകളാണ്. ഒരു അധ്വാനവും കഴിവുമില്ലാത്ത ആളുകൾ, ഒരു മികവുമില്ലാത്ത ആളുകൾ, അധ്വാനങ്ങളില്ലാതെ തന്നെ പാരമ്പര്യമായി കിട്ടിയ കോടിക്കണക്കിന് സ്വത്തുകൊണ്ട് ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും സമ്പത്ത് നൽകിയാൽ, സമ്പത്ത് പിടിച്ചു വെച്ചാൽ അവർ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇതിലൂടെ പരീക്ഷിക്കുകയാണ് എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റേതൊരു വിഷയത്തെ പോലെയും സാമ്പത്തിക രംഗത്ത് വളരെയേറെ സൂക്ഷ്മത പാലിക്കേണ്ടത് നിർബന്ധമാണ്. സമ്പത്തിനെ കുറിച്ച് പരലോകത്ത് രണ്ട് വിധത്തിലുള്ള ചോദ്യം ഉണ്ടാകും. എങ്ങനെയാണ് അത് അധ്വാനിച്ചത്, എങ്ങനെയാണ് ചിലവഴിച്ചത്? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഒരു അടിമയ്ക്ക് അവന്റെ കാലം മുന്നോട്ട് വെക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ഈ രണ്ട് ചോദ്യങ്ങൾ നേരിടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സാമ്പത്തിക മേഖലയിലെ എല്ലാ ഇടപാടുകളും, എല്ലാ രംഗങ്ങളും വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും വളരെ നിസ്സാരമായും ലാഘവത്തോടു കൂടിയും കാണുന്ന ഒരു സാമ്പത്തിക മേഖലയാണ്, ഒരു ഇടപാട് മേഖലയാണ് കടങ്ങൾ യഥേഷ്ടം വാങ്ങുക എന്നുള്ളത്. കടങ്ങൾ ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും വാരിക്കൂട്ടുകയും എന്നിട്ടത് കൃത്യമായി തിരിച്ചടയ്ക്കാതെ ആരിൽ നിന്നാണോ വാങ്ങിയത് ആ വ്യക്തികളെ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ. കടങ്ങൾ വാങ്ങുന്നിടത്ത് പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് നമുക്ക് വളരെ വലിയ സൗകര്യങ്ങളാണ്. ഇന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വാങ്ങാൻ ബാങ്കുകളും അതേപോലെ തന്നെ ഫിനാൻസ് കമ്പനികളും ക്രെഡിറ്റ് കാർഡുകളുമായി നമ്മുടെ പിന്നാലെ കൂടുകയാണ്. നമ്മൾക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും, നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും വാങ്ങാനുള്ള കടങ്ങളുമായി ബാങ്കുകൾ നമ്മുടെ പിന്നാലെ നടക്കുകയാണ്. അതാകട്ടെ പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകളുമാണ്. അങ്ങനെ ഇന്ന് കടക്കാരായി ജീവിക്കുകയാണ് ഭൂരിപക്ഷം ആളുകളും. നമ്മളിൽ അത്തരം കടങ്ങളിലുമായി ബന്ധപ്പെട്ട് ജീവിക്കാത്തവർ വളരെ വിരളമാണ്. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കടം നൽകാൻ ആളുകളുണ്ട്. വളരെ സമ്പന്നന്മാരായ ആളുകൾ നമുക്ക് യഥേഷ്ടം കടം നൽകുന്നുണ്ട്. അവരൊന്നും നൽകിയ കടങ്ങൾ തിരിച്ചു ചോദിക്കുന്നില്ല എന്ന ആശ്വാസത്തിൽ പലരും കഴിഞ്ഞുകൂടുന്നുണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം
വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആര് നമുക്ക് കടം നൽകാനുണ്ട് എങ്കിലും അവരാരും ആ സമ്പത്ത് നമ്മളിൽ നിന്ന് തിരിച്ചു ചോദിക്കാൻ സന്നദ്ധമാകുന്നില്ല എങ്കിലും ആ കടങ്ങളുമായാണ് നമ്മൾ മരണപ്പെടുന്നത് എങ്കിൽ ആ കടങ്ങൾ എപ്പോഴാണോ വീട്ടപ്പെടുന്നത് അതുവരെ നമ്മുടെ നഫ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദ്ദൈനി ബിദൈനിഹി ഹത്താ യുഖ്ദാ അൻഹു. ഒരു വിശ്വാസിയുടെ ആത്മാവ്, ഒരു മനുഷ്യന്റെ ആത്മാവ് എന്നല്ല അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, ഒരു വിശ്വാസിയുടെ ആത്മാവ് അവന്റെ കടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് വീട്ടപ്പെടുന്നത് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അത് വിശദീകരിക്കുന്നിടത്ത് വ്യത്യസ്തങ്ങളായ വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അതിലൊന്ന്, ഒരു വിശ്വാസിയുടെ ആത്മാവ് അവൻ മരണപ്പെട്ടതിനു ശേഷവും അവന്റെ ആത്മാവ് അനിശ്ചിതത്വത്തിലായിരിക്കും. അവൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. എപ്പോഴാണോ കടം വീട്ടപ്പെടുന്നത് അപ്പോഴാണ് ആ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നത്. മറ്റൊരു അഭിപ്രായം, അവൻ ഖബറിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അവന് സ്വർഗത്തിന്റെ സുഖങ്ങൾ തടയപ്പെടും. എപ്പോഴാണോ വീട്ടപ്പെടുന്നത് അപ്പോഴാണ് അവന് ഖബറിലെ സുഖങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. മറ്റൊരു വിശദീകരണം, സ്വർഗത്തിലെത്തിയാൽ അവൻ ഉന്നതമായ പദവികൾ ലഭിക്കുന്നതിൽ നിന്നും തടസ്സമാണ് അവന്റെ കടം എന്ന് വിശദീകരിക്കപ്പെടുകയാണ്. സഹോദരന്മാരെ, വളരെ ഗൗരവകരമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടത്തിന്റെ വിഷയത്തിൽ നൽകിയിട്ടുള്ള താക്കീതുകൾ. കടം എന്നുള്ളത് അനുവദിക്കപ്പെട്ട ഒരു മേഖലയാണ്. അത്യാവശ്യക്കാരായ ആളുകൾക്ക് കടമിടപാടുകൾ നടത്താം. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് വളരെ അത്യാവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിലല്ലാതെ കടം വാങ്ങാതിരിക്കുകയും അഥവാ കടം വാങ്ങിയാൽ അത് എത്രയും പെട്ടെന്ന് കൊടുത്തു വിട്ടാനുള്ള വളരെ വലിയ പരിശ്രമങ്ങൾ അവന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. പ്രവാചകൻ ആ വിഷയത്തിൽ പറഞ്ഞ താക്കീതുകൾ കാണുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ജാഗ്രത പാലിക്കുക എന്നുള്ളത് അവന്റെ മനസ്സിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബക്കളോടൊപ്പം ഇരിക്കുകയാണ്. മുഹമ്മദ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞങ്ങളങ്ങനെ പ്രവാചകനോടൊപ്പം ഇരിക്കുമ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് തലയുയർത്തി. എന്നിട്ട് പ്രവാചകന്റെ കൈ നെറ്റിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മാദാ നുസില മിനത് തശ്ദീദ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധൻ, എത്ര ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സഹാബാക്കൾ ആ ഒരു വാചകം കേട്ടപ്പോൾ അവർ പേടിയോടുകൂടി മൗനം അവലംബിച്ചു. പിറ്റേ ദിവസം പ്രവാചകനെ കണ്ടപ്പോൾ അവർ ചോദിച്ചു, പ്രവാചകരെ, എന്ത് ശക്തമായ താക്കീതാണ് ഇന്നലെ അവതരിപ്പിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്നു, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ثم أحيي ثم قتل ثم أحيي ثم قتل وعليه دين ما دخل الجنة حتى يقضى عنه دينه. പിന്നീട് അവൻ അല്ലാഹു പിന്നെയും ജീവിക്കാനുള്ള അവസരം കൊടുക്കുന്നു. പിന്നീടും ആ മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്നു. പിന്നീടും അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാനുള്ള അവസരം കൊടുക്കുന്നു. പിന്നീടും ആ മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്നു. പിന്നീട് ആ മനുഷ്യൻ കടക്കാരനായിക്കൊണ്ട് മരണപ്പെടുന്നു. ആ അവസ്ഥയിൽ മരണപ്പെട്ടതുകൊണ്ട് ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. എപ്പോഴാണോ അവന്റെ കടം വീട്ടപ്പെടുന്നത് അതുവരെ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂല് നെറ്റിയിൽ കൈവച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് മാദാ നുസില മിനത് തശ്ദീദ്, എത്ര ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞത് ഈ കടത്തിന്റെ വിഷയത്തിലാണ്. ഈ കടംകാരനായിക്കൊണ്ട് ഒരു മനുഷ്യൻ ഒരു രക്തസാക്ഷി വഹിക്കുമ്പോൾ പോലും, രക്തസാക്ഷിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ ഇല്ല ദീൻ, ഒരു രക്തസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നു. പക്ഷേ കടം അവരിൽ അവശേഷിക്കുന്നു. ആ കടത്തിന്റെ വിഷയത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് തന്നെ തടസ്സമായി ആ കടം അവന്റെ മുമ്പിൽ നിലനിൽക്കുന്നു. എപ്പോഴാണോ കൊടുത്തു വിട്ടുന്നത് അപ്പോഴാണ് അവന് സുഖകരമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സഹോദരന്മാരെ, ഷഹീദിന്റെ വിഷയത്തിൽ ഇത്ര വലിയ ശക്തമായ ഒരു താക്കീത് ഷഹീദിന്റെ വിഷയത്തിലുണ്ട് എങ്കിൽ അതല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥേഷ്ടം ആരും കടം തരാനുണ്ട് എന്നറിയുമ്പോൾ അത് വാങ്ങി ജീവിതത്തിൽ ആരിൽ നിന്നൊക്കെയാണ് കടങ്ങൾ വാങ്ങിയത് എന്ന്
എന്ന് പോലും അറിയാതെ, കൃത്യമായി രേഖപ്പെടുത്താതെ കടക്കാരനായി കൊണ്ട് മരണപ്പെട്ട് ആരും അത് വീട്ടാനില്ലാതെ കാലങ്ങളോളം കബറിൽ കഴിഞ്ഞുകൂടി പരലോകത്ത് കടക്കാരനായി കൊണ്ട് ഉയർത്തെഴുന്നേറ്റാൽ എന്ത് സമാധാനമാണ്, എന്ത് ആശ്വാസമാണ് ആ രംഗത്ത് നമുക്ക് ലഭിക്കുക എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ആ മനുഷ്യന്റെ ശരീരം സ്വഹാബാക്കൾ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും അങ്ങനെ മദീനത്ത് പള്ളിയിൽ കൊണ്ടെത്തിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. നമസ്കരിക്കാൻ വേണ്ടി കുറച്ച് കാലുകൾ മുന്നോട്ട് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നു. എന്നിട്ട് സ്വഹാബാക്കളോട് ചോദിച്ചു, ആ മനുഷ്യന്റെ മേൽ എന്തെങ്കിലും കടങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടോ? സ്വഹാബാക്കൾ പറഞ്ഞു, പ്രവാചകരെ, ദീനാറായി 2 ദീനാറുകൾ ആ മനുഷ്യന് കടമായുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച കാല് അവിടെ നിർത്തിയിട്ട് പിന്നീട് പിന്തിരിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ആ മനുഷ്യന് വേണ്ടി നിസ്കരിച്ചു കൊള്ളുക, ഞാൻ നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തിരിഞ്ഞു. അപ്പോൾ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പ്രവാചകരെ, അദ്ദീനാറാനി അലയ്യ, ഞാൻ ആ 2 ദീനാറുകളും ഏറ്റെടുത്തുകൊള്ളാം. പ്രവാചകൻ പിന്നീടും പറഞ്ഞു, ആ മനുഷ്യന്റെ കടം താങ്കൾ ഏറ്റെടുക്കുകയും ആ മനുഷ്യൻ മുക്തമാവുകയും ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതേ പ്രവാചകരെ, ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ആ മനുഷ്യന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുകയാണ്. ഇതുപോലെ പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ കടക്കാരനാണോ എന്ന് ചോദിച്ച് ആ മനുഷ്യന്റെ കടം മറ്റു പല സഹാബാക്കളും ഏറ്റെടുത്തിട്ടാണ് പ്രവാചകൻ നമസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. ആ കടത്തിന്റെ ഗൗരവം സഹാബാക്കളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യിത്തുകളുടെ വേണ്ടി നമസ്കരിക്കാതെ പിന്തിരിഞ്ഞു എന്ന് തന്നെ പറയുമ്പോൾ എത്രത്തോളം ഗൗരവമാണ് കടത്തിന്റെ വിഷയത്തിലുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മൾ വാങ്ങിയ കടങ്ങളെ കുറിച്ചൊന്ന് സ്വന്തം ഒരു വിചിന്തനം നടത്തുക. നമ്മളുടെ കടങ്ങൾ ഇന്ന് മരണപ്പെട്ടാൽ എത്ര കടങ്ങൾ ഇതുപോലെ ബാക്കിയായി, നമ്മൾ മരണപ്പെടുമ്പോൾ ഈ കടങ്ങൾ ബാക്കിയായി കബറിൽ കിടക്കുമ്പോൾ അത് വീട്ടപ്പെടാത്ത സാഹചര്യത്തിൽ നമ്മുടെ നഫ്സും ഈ കടവുമായി ബന്ധിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ ഖിയാമത്ത് നാൾ വരെ കിടക്കുകയും പരലോകത്ത് ആ അവസ്ഥയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. മാത്രമല്ല സഹോദരന്മാരെ, ദുനിയാവിലും കബറിലും ഇത്തരമൊരു സാഹചര്യം ആകുന്നതോടൊപ്പം തന്നെ ദുനിയാവിലും ഈ ഒരു വലിയൊരു പ്രയാസം കടം വാങ്ങുന്നതിലൂടെ നമ്മൾ നേരിടേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥരായിരിക്കും. നമ്മൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ കടം വീട്ടുന്നത് വരെ നമ്മൾ അസ്വസ്ഥരാണ്. സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ആരിൽ നിന്നാണോ കടം വാങ്ങിയത് അവന് കൃത്യസമയത്ത് കൊടുത്തു വീട്ടാൻ കഴിയാതെ വരുമ്പോൾ, അത് കൊടുത്തു വീട്ടാനുള്ള സമ്പത്ത് നമ്മുടെ കയ്യിലില്ലാതെ വരുമ്പോൾ വലിയ അസ്വസ്ഥതയാണ്, സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. പലപ്പോഴും കളവ് പറയുന്നതിലേക്ക് പോലും അത് നമ്മളെ കൊണ്ടെത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഖീഫു അൻഫുസകും ബഅദ അംനിഹാ, നിങ്ങൾക്ക് അല്ലാഹു നിർഭയത്വം നൽകിയതിനു ശേഷം, നിങ്ങൾക്ക് നിർഭയത്വം ലഭിച്ചതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ, നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ ഭയപ്പാടിലാഴ്ത്തിക്കളയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബാക്കൾ ചോദിച്ചു, എന്താണത് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീ, കടമാണ്. ഒരാൾ കടം വാങ്ങിയാൽ പിന്നെ നമ്മുടെ നിർഭയത്വം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നിർഭയത്വം ലഭിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് നിർഭയത്വം നഷ്ടപ്പെടുത്തി കളയുന്ന, ഭയപ്പാടിലാഴ്ത്തിക്കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിർഭയത്വത്തോടുകൂടി ജീവിക്കണമെങ്കിൽ കടമില്ലാതെ തന്നെ ജീവിച്ചാലേ അതിന് സാധ്യമാവുകയുള്ളൂ. കുറച്ചൊക്കെ പരലോക ബോധമുള്ള, പരലോകത്തെക്കുറിച്ച് പേടിയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു കടം അത് എത്ര നിസ്സാരമാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അത് കൊടുത്തു വിട്ടുന്നത് വരെ അസമാധാനം തന്നെയാണ്. അതല്ലാത്ത പക്ഷം പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ അള്ളാഹുവിന്റെ കോടതിയിൽ ദീനാറുകൾക്കോ ദിർഹമുകൾക്കോ വിലയില്ലാത്ത ആ പരലോക കോടതിയിലെത്തുമ്പോൾ നമ്മുടെ ഹസനാത്തുകൾ, നമ്മുടെ നന്മകൾ ആ മനുഷ്യന്മാർക്ക്, നമ്മളിൽ ആരിൽ നിന്നാണോ കടം വാങ്ങിയത് ആ മനുഷ്യന്മാർക്ക് വീതം വെക്കുന്ന സാഹചര്യം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഅലൈഹി ദീനാറുൻ ഔ ദിർഹമുൻ ഖുദിയ മിൻ ഹസനാതിഹി ലൈസ തമ്മ ദീനാറുൻ വലാ ദിർഹമുൻ, ദീനാറുകളോ ദിർഹമുകളോ വില പോകാത്ത ആ പരലോക കോടതിയിൽ ഒരു മനുഷ്യൻ ദീനാറോ ദിർഹമോ കടം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിനു പകരമായി അവന്റെ ഹസനാത്തുകളിൽ നിന്നും എടുത്ത് ഈ മനുഷ്യന് വീതം വെച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. സഹോദരന്മാരെ, അന്ന് നമ്മുടെ മുമ്പിൽ ദീനാറുകൾക്കും ദിർഹമുകൾക്കും വിലയുണ്ടാകില്ല. ഒരു അണുമണി തൂക്കം നന്മ പോലും അന്ന് വളരെയേറെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ആ പരലോക കോടതിയിൽ നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മൾ അവശേഷിക്കുന്ന ഹസനാത്തുകളിൽ നിന്നും എടുത്ത് കടക്കാർക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ കുറച്ച് നന്മകളിലായിരിക്കാം നമ്മുടെ നന്മയുടെ തുലാസ് താങ്ങി
ഭാരം കൂടി സ്വർഗത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുക. അവിടെ നിന്ന് നമ്മുടെ ഹസനാത്ത് എടുത്തു കൊടുക്കുന്നതിലൂടെ ആ നന്മയുടെ തുലാസിൽ കനം തൂങ്ങേണ്ട അമലുകൾ നഷ്ടപ്പെട്ട് ഒരുപക്ഷെ നമ്മൾ നരകത്തിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടായേക്കാം. അതുകൊണ്ട് പരലോകത്ത് നമ്മൾ ചെയ്ത ഹസനാത്തുകൾ, നമ്മൾ ചെയ്ത എത്ര നന്മകളാണ് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല. പക്ഷേ അള്ളാഹു സ്വീകരിച്ച നന്മകളിൽ നിന്നാണ് അള്ളാഹു നമ്മളിൽ നിന്ന് എടുത്ത് ആ കടം വാങ്ങിയ ആളുകൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കടവും അത്ര ഗൗരവത്തിൽ നമ്മൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കടം വാങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ പരിശോധിക്കുമ്പോൾ കൊടുത്തു വീട്ടുന്ന വിഷയത്തിൽ അലംഭാവം കാണിക്കുന്ന അവർ ആളുകളോട് ധാരാളമായി കളവുകൾ പറയുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റു വിഷയങ്ങളിൽ കളവ് പറയാത്ത ആളുകൾ പോലും കടക്കാർ മുമ്പിലെത്തുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്ത ദിവസം തരാം, അടുത്ത മാസം തരാം, ഇന്ന സന്ദർഭത്തിൽ തരാം, ജോലി കിട്ടുമ്പോൾ തരാം എന്നൊക്കെ പല നിലക്കുള്ള കളവുകൾ പറഞ്ഞ് അവരുടെ കൺമുന്നിൽ നിന്നും മുങ്ങി നടക്കുന്ന സാഹചര്യം ഉണ്ടാകും. കടം വാങ്ങുന്ന ആളുകൾ, കടം വാങ്ങുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി, നമ്മൾ കടം വാങ്ങുമ്പോൾ അത്യാവശ്യമാണെന്ന് കണ്ടാൽ മാത്രം, വളരെ അത്യാവശ്യമായ ഘട്ടത്തിൽ കടം വാങ്ങാതെ വേറെ നിവൃത്തിയില്ല എന്ന സന്ദർഭത്തിൽ മാത്രം കടം വാങ്ങാൻ നമ്മൾ സന്നദ്ധമാവുക. അല്ലാതെ ദേഷ്ടം കടങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കടം വീട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ ഈ കടവും നമ്മുടെ ആത്മാവുമായി ബന്ധിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ കടം വാങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, വാങ്ങിയ കടം കൃത്യമായി എഴുതി വെക്കാൻ, അതിനെ സാക്ഷികൾ നിർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ഏറ്റവും വലിയ ആയത്ത്, വിശുദ്ധ ഖുർആനിൽ തന്നെ ആയത്തുദ്ദൈനാണ് ഏറ്റവും വലിയ ആയത്ത്. ഏറ്റവും വലിയ ആയത്ത് കടത്തെക്കുറിച്ചാണ്. കടത്തെക്കുറിച്ച് പറയുന്ന ആയത്തിൽ അല്ലാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്, വിശ്വാസികളോട് നിർദ്ദേശിച്ചത്, നിങ്ങൾ ഇടപാടുകൾ നടത്തുമ്പോൾ സാക്ഷികളെ സ്വീകരിക്കാനും എഴുതി വെക്കാനും ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരം നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കടമിടപാടുകളിൽ നമ്മൾക്ക് വരുന്ന വീഴ്ചകളിൽ നിന്നും ഒരുപാട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന അവസ്ഥയുണ്ടാകും. പലപ്പോഴും ഈ കടമിടപാടുകൾ നമ്മൾ കൊടുത്തത് നമുക്ക് ഓർമ്മയില്ലാതെ പോവുകയും ആ വിഷയങ്ങളിൽ പിന്നെ ബന്ധങ്ങൾ തകർന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വീകരിക്കുകയും എഴുതി വെക്കുകയും ഒക്കെ ചെയ്യുക എന്ന വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. അതുപോലെ തന്നെ കടം വാങ്ങുമ്പോൾ തിരിച്ചു കൊടുക്കണമെന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കടം വാങ്ങേണ്ടത്. പല ആളുകളും കടം വാങ്ങുമ്പോൾ അവർക്കറിയാം ഇത് കൊടുക്കാൻ കഴിയാത്തൊരു തുകയാണ്. കല്യാണം ആർഭാടമായി നടത്തുന്നതിനു വേണ്ടി, വാഹനം വാങ്ങുന്നതിനു വേണ്ടി, വലിയ വീട് വെക്കുന്നതിനു വേണ്ടി കയ്യിലൊരു തുകയുണ്ടാകും. അതിനേക്കാളും ഇരട്ടിയോളം വരുന്ന ബഡ്ജറ്റിൽ ഒരു വീട് വെക്കാൻ തീരുമാനിക്കുകയും ബാക്കിയുള്ള പൈസകൾ പല ആളുകളിൽ നിന്നും കടം വാങ്ങുകയും അങ്ങനെ കടം കൊടുത്തു വീട്ടാൻ കഴിയാത്തൊരു സാഹചര്യം. പലപ്പോഴും ഇത്തരം ആളുകൾക്കറിയാം, ഞാൻ ഈ ഇന്ന ആളിൽ നിന്നും ഇത്രത്തോളം കടം വാങ്ങിയാൽ അതെനിക്ക് എൻ്റെ ജീവിതകാലത്ത് കൊടുത്തു കിട്ടാനുള്ള പ്രാപ്തിയോ കഴിവൊന്നും ഇല്ല എന്നറിഞ്ഞിട്ടും വലിയ വലിയ കടങ്ങൾ വാങ്ങുന്ന ആളുകളുണ്ട്. കൊടുത്തു വീട്ടാൻ ഉദ്ദേശമില്ലാതെ കടം വാങ്ങുന്ന ആളുകൾ, അത്തരം ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഖദ യുരീദു ഇത്ലാഫഹ അത്ലഫഹുല്ലാഹ്. ആരെങ്കിലും കൊടുത്തു വീട്ടാൻ ഉദ്ദേശമില്ലാതെ കടം വാങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നശിപ്പിച്ചു കളയും എന്നുള്ളതാണ്. അതേസമയം ആരെങ്കിലും കൊടുത്തു വീട്ടാൻ ഉള്ള ഉദ്ദേശത്തോടു കൂടി കടം വാങ്ങിയാൽ, മൻ അഖദ അംവാലൻ നാസി യുരീദു അദാഅഹ അദ്ദല്ലാഹു അൻഹു. ആരെങ്കിലും കൊടുത്തു വീട്ടാനുള്ള ഉദ്ദേശത്തോടു കൂടി കടം വാങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി കൊടുത്തു വീട്ടുന്നതാണ്. അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹുവിനെ കൊടുത്തു വീട്ടാനുള്ള വഴികൾ, അവസരങ്ങൾ ഒരുക്കി കൊടുക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ട ഡേറ്റ് നിശ്ചയിച്ച് ആ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ള സമ്പത്തുണ്ട് എങ്കിൽ അത് കൃത്യസമയത്ത് തന്നെ കൊടുത്തു വീട്ടുക എന്നുള്ളത്. ആ കടം കൊടുക്കാനുള്ള ഒരു ഡേറ്റ് എത്തുമ്പോൾ ഒരുപക്ഷെ കടം നൽകിയ ആള് അത് ചോദിച്ചിട്ടുണ്ടാകില്ല. ആ ആളെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്പന്നനായിരിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള കടം അവന്റെ സമ്പത്തിൽ നിന്നും വളരെ തുച്ഛമായ ഒരു തുകയായിരിക്കാം. എന്തു തന്നെയായാലും നിശ്ചയിച്ച സമയത്ത് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ തുകയുണ്ട് എങ്കിൽ കൃത്യമായി കൊടുത്തു വിട്ടണം. മത്തുൽ ഗനിയ്യി ഗുൽമുൻ. കൃത്യമായി കൊടുത്തു വിട്ടാൻ എത്തിയ സന്ദർഭത്തിൽ, സമയത്തിൽ കൊടുത്തു വിട്ടാനുള്ള ശേഷിയുണ്ടായിരിക്കെ ഒരാൾ നീട്ടിക്കൊണ്ടു പോകുന്നത് അക്രമമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത്. അതേപോലെ തന്നെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ അനന്തര സ്വത്ത് വീതം വെക്കുന്നതിന് മുമ്പ്
ആ മനുഷ്യൻ എന്തെങ്കിലും കടങ്ങളോ വസിയത്തുകളോ ഉണ്ട് എങ്കിൽ അനന്തരാവകാശികളെ സംബന്ധിച്ചിടത്തോളം അതാണ് ആദ്യമായി നടപ്പിലാക്കേണ്ടത്. പലപ്പോഴും ഒരാൾ മരണപ്പെട്ടാൽ ആദ്യം ആ സമ്പത്ത് വീതം വെക്കുന്നിടത്താണ്, അനന്തരാവകാശികൾക്ക് വീതം വെക്കുന്നിടത്താണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. ഇസ്ലാമിന്റെ നിർദ്ദേശം, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് അത് എത്രയാണോ ഉള്ളത്, അത് കടങ്ങളുണ്ട് എങ്കിൽ ആ കടങ്ങൾ പോയി വസിയത്ത് 1/3 സമ്പത്തിൽ നിന്നും വസിയത്ത് നടപ്പിലാക്കിയതിന് ശേഷം മാത്രമേ പിന്നെ അനന്തരാവകാശികൾക്ക് വീതം വെക്കാൻ പാടുള്ളൂ. അനന്തരാവകാശ നിയമങ്ങൾ പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ അനന്തരാവകാശ നിയമങ്ങൾ അല്ലാഹു പറഞ്ഞതുപോലെ നടപ്പിലാക്കേണ്ടത് ദൈനും കടവും വസിയത്തും നടപ്പിലാക്കിയതിന് ശേഷമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ കടം വാങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുത്തു വീട്ടുമ്പോൾ കുറച്ചുകൂടി ഉത്തമമായ രൂപത്തിൽ കൊടുത്തു വീട്ടാൻ സാധ്യമാണ് എങ്കിൽ ആ രൂപത്തിൽ കൊടുത്തുവിട്ടലാണ് സുന്നത്തായ കാര്യം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടം വാങ്ങുന്ന സന്ദർഭത്തിൽ തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി മികച്ച രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തുവിട്ടാറുണ്ടായിരുന്നു. നമ്മൾ കടമിടപാടുകൾ നടത്തുന്ന സമയത്ത് തിരിച്ചു തരുമ്പോൾ കുറച്ച് കൂടുതൽ തരണം എന്ന നിബന്ധനയോടുകൂടി കടമിടപാടുകൾ നടത്തിയാൽ അത് പലിശയാണ്. അതേസമയം കടം വാങ്ങിയ ഒരാൾ, ആ മനുഷ്യൻ എന്നോടൊരു നന്മ കാണിച്ചല്ലോ, പണം ആവശ്യമായി വരുന്ന സമയത്ത് എന്നെ സഹായിക്കാൻ ആ മനുഷ്യൻ സന്നദ്ധനായല്ലോ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഉത്തമമായ രൂപത്തിൽ കൊടുത്തു കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ലതായ സുന്നത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഇന്ന ഖിയാറൻ നാസി അഹ്സനുഹും ഖളാഅൻ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ അവർ കടം കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉത്തമമായ രൂപത്തിൽ കൊടുത്തു വീട്ടുന്നവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു മനുഷ്യന്റെ അടുക്കൽ നിന്നും ഒരൊട്ടകത്തെ വാങ്ങി, കടമായി വാങ്ങി. പിന്നീട് അത് കൊടുത്തു വീട്ടാൻ സമയത്ത് അബൂ റാഫി റളിയല്ലാഹു തആല അൻഹുവോട് പറഞ്ഞു, പ്രവാചകൻ സക്കാത്തായി ഇസ്ലാമിക ഇതിൽ ലഭിച്ചിട്ടുള്ള സക്കാത്തായ ഒട്ടകങ്ങൾ അത് കൊടുത്തു വീട്ടാൻ, അതിൽ നിന്ന് കൊടുത്തു വീട്ടാൻ പറഞ്ഞപ്പോൾ അബൂ റാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അദ്ദേഹം തന്ന ഒട്ടകം ചെറിയ ഒട്ടകമാണ്, നമ്മുടെ അടുക്കലുള്ളതെല്ലാം വലിയ ഒട്ടകങ്ങളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മനുഷ്യന് ആ വലിയ ഒട്ടകങ്ങളിൽ നിന്നും ഒരെണ്ണത്തെ കൊടുക്കുക. കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല ഉത്തമമായ രൂപത്തിൽ കൊടുക്കുന്നവനാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അതേപോലെ തന്നെ കടം കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കടം ആവശ്യമായി വരുന്ന ആളുകൾ ധാരാളം സമൂഹത്തിൽ ഉണ്ടാകും. മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കൈനീട്ടുകയും യാചിക്കുകയും ചെയ്യുന്നതിനെ പ്രയാസത്തോടുകൂടി കാണുന്ന വലിയ അത്യാവശ്യങ്ങൾ, ചികിത്സയും മറ്റുമൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വിഷയത്തിലുള്ള അത്യാവശ്യങ്ങൾ കടന്നു വരുമ്പോൾ പലിശ ഇടപാടുകളുമായി ബന്ധപ്പെടാത്ത, മറ്റുള്ള ആളുകളുടെ അടുക്കൽ യാചിക്കാത്ത, തങ്ങളിലുള്ള പ്രയാസങ്ങളിൽ തങ്ങളിൽ ഒതുക്കി കഴിയുന്ന വളരെ പ്രയാസമുള്ള ആളുകൾ സമൂഹത്തിലുണ്ടാകും. ഇത്തരം ആളുകൾ കടങ്ങൾ ചോദിച്ച് നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ അവരെ കൈതട്ടി മാറ്റുന്നതിന് പകരം അവർക്ക് കടം കൊടുത്ത് സഹായിക്കുക എന്നുള്ളത് കടം കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പുണ്യകരമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെങ്കിലും ഒരടിമയുടെ പ്രയാസത്തെ നീക്കിയാൽ, ദുനിയാവിലൊരു പ്രയാസത്തെ നീക്കിയാൽ അവന്റെ പ്രയാസം പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫീ ഔനി അഖീഹി, ഒരു പ്രയാസം ഒരാൾ നീക്കിയാൽ ആ പ്രയാസത്തെ നീക്കുന്ന കാലമത്രയും അല്ലാഹു ആ മനുഷ്യന്റെ പ്രയാസത്തെ നീക്കി ആ മനുഷ്യനെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഒരു മനുഷ്യനെ നമ്മൾ സഹായിക്കുമ്പോൾ ആ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ സഹായം നമ്മളിലേക്ക് വന്നിറങ്ങുന്ന സാഹചര്യവും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കൊടുത്ത കടം ഒരുപക്ഷെ ആ മനുഷ്യന് കൊടുത്തു വീട്ടാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷേ തങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളും മറ്റു പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരികയും കൊടുത്തു വീട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്ന, കടക്കെണിയിൽ അകപ്പെട്ട് പ്രയാസത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടാകും. അത്തരം ആളുകൾക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും അവധി നീട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് വളരെ വലിയ പുണ്യകരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുൻകാല സമൂഹത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു കച്ചവടക്കാരനായ മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ജനങ്ങൾക്ക് കൊടുത്ത കടങ്ങൾ
തൻ്റെ ഭൃത്യന്മാരോട് അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ പറയും. ഒരുപക്ഷെ അള്ളാഹു എനിക്കിതുപോലെ വിട്ടുവീഴ്ച ചെയ്തു തന്നാലോ എന്ന മനുഷ്യൻ പറയാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു എന്നതാണ്. മറ്റൊരു മനുഷ്യൻ, മുൻകാല സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ആത്മാവിനെ മലക്കുകൾ പിടിച്ചപ്പോൾ മലക്കുകൾ ആ മനുഷ്യനോട് ചോദിച്ചു, താങ്കൾ എന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒരുപാട് ആളുകൾക്ക് കടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കടം കൊടുത്ത് തിരിച്ചു വീട്ടാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഞാൻ അവധി നീട്ടിക്കൊടുക്കുകയും തിരിച്ചു വീട്ടാൻ കഴിഞ്ഞിട്ടും വീട്ടാത്ത ആളുകൾക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന്. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ പാപങ്ങളും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് കടം കൊടുക്കാനും അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ അവധി നീട്ടിക്കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനും കഴിയുന്ന സാഹചര്യമാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുവാനും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി ആ രൂപത്തിൽ ജീവിതത്തിൽ അമലാക്കി മുന്നോട്ട് പോകുന്ന ആളുകളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. വിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കടം വീട്ടാൻ പരിശ്രമിക്കുന്നതോടൊപ്പം വളരെ പ്രധാനമായും നമ്മുടെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി കടത്തിന്റെ വിഷയത്തിൽ പ്രത്യേകമായും പ്രാർത്ഥിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വിഷയങ്ങളിൽ നിന്നും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ കടത്തിന്റെ വിഷയത്തിലും പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പ്രാർത്ഥിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ സ്വഹാബാക്കൾ പ്രവാചകരോട് ചോദിച്ചു, പ്രവാചകരെ, അങ്ങ് എന്താണ് ധാരാളമായി കടത്തിൽ നിന്നും രക്ഷ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതായി കാണുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ഇദാ ഗരിമ ഹദ്ദസ ഫകദബ വവഅദ ഫഅഖ്ലഫ. ഒരു മനുഷ്യൻ അവൻ കടക്കാരനായാൽ പിന്നീട് സംസാരിക്കുമ്പോൾ കളവ് പറയുന്നു, പിന്നെ വാഗ്ദാനം നൽകിയാൽ അത് ലംഘിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി കടത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ധാരാളമായി കടത്തിൽ നിന്നും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ കടക്കാരനായി, ഒരു വലിയ കടക്കാരനായി മാറി പിന്നെ കടത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് കളവുകൾ പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ നിന്ന് മുങ്ങി നടന്ന് വാഗ്ദാനങ്ങൾ കൊടുത്ത് അത് ലംഘിച്ച് ഒരുപാട് തെറ്റുകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് കടത്തിൽ നിന്നും പ്രത്യേകമായി രക്ഷ ചോദിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടത്തിന്റെ വിഷയത്തിൽ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ അജ്സി വൽ കസലി വൽ ബുഖ്ലി വ ളലഇ ദൈനി വ ഗലബത്തി റിജാൽ. അല്ലാഹുവേ, മനക്ലേശത്തിൽ നിന്നും അതേപോലെ തന്നെ മനപ്രയാസത്തിൽ നിന്നും അശക്തതയിൽ നിന്നും ദുർബലതയിൽ നിന്നും വീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും മടിയിൽ നിന്നും കടങ്ങൾ അധികരിക്കുന്നതിൽ നിന്നും ജനങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് പറയുന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരിക്കലും മനുഷ്യൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഒരുപാട് കടങ്ങളുള്ളതായി പരാതി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾക്കൊരു പർവ്വത സമാനം കടമുണ്ട് എങ്കിലും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച ഒരു പ്രാർത്ഥന അത് ചൊല്ലിയാൽ മാറുമെന്നുള്ളതാണ്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക് എന്ന പ്രാർത്ഥന അലി റളിയല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ നിലക്കുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതോടൊപ്പം തന്നെ കൊടുത്തു വീട്ടാനുള്ള ശക്തമായ പരിശ്രമങ്ങൾ, കൊടുത്തു വീട്ടുന്നത് വരെ നമ്മുടെ സാമ്പത്തികം, നമ്മുടെ ചെലവുകളൊക്കെ ഒന്ന് ചുരുക്കി അത് കൊടുത്തു വീട്ടാനുള്ള പ്രത്യേകമായ ശ്രദ്ധയും അധ്വാനങ്ങളും നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. അത്തരം കടങ്ങൾ, ഏറ്റവും അത്യാവശ്യ കടങ്ങൾ വാങ്ങാതെ തന്നെ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്ത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനും അള്ളാഹുവിന്റെ ധന്യത മറ്റുള്ളവരുടെ മുമ്പിൽ കടങ്ങൾ ചോദിക്കുന്നതിൽ നിന്നും അള്ളാഹു നമ്മളെ ധന്യരാക്കി മാറ്റുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക മേഖലയിലും പരിപൂർണമായ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.